യാതൊരു ആപത്തിലും പെടുത്തല്ല റബ്ബേ. ജന്മം നിലനിർത്തിയിട്ട് റബ്ബേ. إياك نعبد وإياك نستعين اهدنا الصراط الذين أنعمت عليهم غير المغضوب عليهم. بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم സങ്കടം ഈ അനിയൻ കുട്ടിയാണ് ഈ മുറിഞ്ഞു വന്നത്. നടക്കാൻ കഴിയില്ല എത്ര അവസ്ഥ, ജോലിക്കൊന്നും പോകാൻ. എന്നാലും കുട്ടി വീട് നിർമ്മിക്കാൻ പറഞ്ഞു. നമ്മുടെ ഒന്നാണ് നമ്മൾ ചാരിറ്റി ടീച്ചറാണ്. കാരണം അവരെ സംബന്ധിച്ച് അവർ 44-45 ആളുകൾ, ഈ 44 ആളുകൾ ഇവർ ഇറങ്ങും. അത് ഫുള്ള് ഫ്രീ ആയിട്ട് ആ തറ കെട്ടി കൊടുത്തിട്ട് അവർ പോകുന്നു. ഇപ്പോൾ ഞങ്ങൾ കൽപ്പഞ്ചേരിയിലുള്ള സുൽഫി പറഞ്ഞ അവിടെ ഒരു വീട്ടിന് മുകളിൽ നിന്ന് വീടിൻ്റെ പണിക്കെന്താ ചെന്നപ്പോൾ മുകളിൽ നിന്ന് വീണിട്ട് ഒരു അനിയൻകുട്ടി ഊര മുറിഞ്ഞിരുന്നു. ആ ഊര മുറിഞ്ഞ കുട്ടീൻ്റെ തറപ്പണിപ്പ് കഴിഞ്ഞ ആഴ്ചയാണ് ഇവർ കഴിച്ചത്. അപ്പോൾ ഇവിടെ സങ്കടം പറയാനുള്ളത്, നമ്മുടെ ഒന്നാണ് നമ്മൾ വാട്സപ്പ് കൂട്ടായി ഏറ്റെടുത്തപ്പോൾ ഒരു സാധാരണ എല്ലാ വീടുകളിലും തർപ്പണം ഏറ്റെടുക്കില്ല. പക്ഷെ ഇവൻ്റെ കാര്യത്തിൽ പഠിച്ചവനെ ആരോട് ചോദിക്കാനും പോകാൻ കഴിയാത്തൊരു മനുഷ്യനാണ്. ഈ പ്രവർത്തനം നമുക്ക് ഏറ്റെടുക്കാമെന്ന് പറഞ്ഞിട്ട് അവരാണ് ഇത് ഏറ്റെടുത്തത്. അത് ഒന്നാണ് നമ്മൾ വാട്സപ്പ് കൂട്ടായ്മ ആദ്യമായിട്ടാണ് ഒരു വീട് പണി ഫുള്ള് ഏറ്റെടുക്കുന്നത്. ഇതിലേക്ക് കിണറും ഒരു മനുഷ്യസ്നേഹി സഹായിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ കരിക്കോടുള്ള തങ്ങളുണ്ട്. പിന്നെ ഞങ്ങൾ അടമ്പുള്ള സജീവ കേസി അസിസാക്കാറുണ്ട്. ഞങ്ങളെ കരിക്കോടുള്ള തങ്ങളെന്നൊക്കെ പറഞ്ഞാൽ സ്വകാര്യമായിട്ട് വളരെ സഹായങ്ങൾ ചെയ്യുന്ന വ്യക്തിത്വം. ഇതാണ് തങ്ങൾ, സൗദിയിലാണ് തങ്ങൾ. ഇപ്പോൾ ഒരാഴ്ചയായിട്ടുള്ളൂ വന്നിട്ട് ഇന്ന് പോവുകയാണ്. അപ്പോൾ വിളിച്ച് പറഞ്ഞപ്പോൾ തന്നെ ഓടി വന്ന് പാവപ്പെട്ട കുടുംബത്തിൻ്റെ വിഷയമില്ല. തങ്ങളൊന്ന് അസിസാക്കൊക്കെ ഇതിനെ എല്ലാം സഹായിക്കുന്ന ആളുകളാണ്. എന്തെങ്കിലും കൊടുത്താലും അത് പുണ്യമാണ്. കാരണം ഓനെ സംബന്ധിച്ച് നടക്കാൻ കഴിയുന്നില്ല. ജന്മനാലുള്ളതിൻ്റെ അപ്പോൾ ജന്മനാല് ഓൻ്റെ അവസ്ഥ അതാണ്. ഓനെ രക്ഷപ്പെടുത്തുന്നതാണ്. അന്നാണ് കൂലിപ്പണിക്ക് പോകുന്നത് സാധാരണക്കാരായ ഒന്നാണ് നമ്മൾ വാട്സപ്പ് കൂട്ടായ്മൻ്റെ ഓൻ്റെ അവസ്ഥ കണ്ടപ്പോൾ പഠിച്ചനെ ഇതുവരെ നമ്മൾ തർപ്പണം ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ കുട്ടിൻ്റെ കാര്യത്തിൽ നമ്മൾ വീട് പണിക്ക് ഇറങ്ങും. ആരെങ്കിലുമൊക്കെ നമുക്ക് സഹായിച്ച് പട്ടംപിഴ എത്തിച്ചേരും എന്നുള്ള നല്ലൊരു മനസ്സോടെയാണ്. അത് സ്വന്തമല്ല, ഇതിന് പ്രത്യേകം എടുത്ത് പറയേണ്ടത് ഞങ്ങൾ ഗിരീഷ് ചേട്ടൻ എന്ന് പറഞ്ഞാൽ അധികം നമ്മളിപ്പോൾ നാൾ പിന്നെ എന്താ നമ്മളെ ഇവിടുത്തെ ജയസൂര്യക്ക് വീട് വെച്ചപ്പോൾ അതിലേക്കുള്ള പിന്നെ വാതിൽക്കട്ടിൽ ജനൽ എന്താണ് കട്ടില തന്നത്, വീടിൻ്റെ മുൻകട്ടില തന്നത് ഗിരീഷ് ചേട്ടനാണ്. അങ്ങനെ കുറേ നല്ല കാര്യങ്ങൾ. ഇതിൽ ഏറ്റവും ടോപ്പ് പിന്നെ ജയസൂര്യക്കും ഈ കുട്ടീൻ്റെ വീട്ടിലൊക്കെ തന്നത് കട്ടില എന്ന് പറഞ്ഞാൽ ബമ്പ സൂപ്പർ കട്ടില. അത് ഞങ്ങൾ ഗിരീഷ് ചേട്ടനാണ്. അതിന് നന്ദി പറയാത്ത രീതിയില്ല. നിങ്ങളൊക്കെ ആ നല്ല മനുഷ്യൻ വേണ്ടി പ്രാർത്ഥിക്കണം. ജാതിയും മതവും രാഷ്ട്രീയമൊക്കെ പറഞ്ഞ് മനുഷ്യരെ സഹായിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം ആസ്വദിക്കുന്ന ആളുകളാണ് അവർ. നമ്മളൊക്കെ അല്ലേ ഗഫൂർഖ? അപ്പം ഇനി നമ്മൾ അമീത് ഇവിടെ ഉണ്ട്. തങ്ങളോട് രണ്ട് വാക്ക് ചോദിക്കാം. ഞങ്ങളെന്ന് പോവില്ലേ? ഇതിനൊക്കെ സപ്പോർട്ട് ആൾക്കാരിൽ ഉണ്ടാവണം. ഇതിലല്ലേ നമ്മളെ മോനിക്ക് വേണ്ടിയിട്ട് സഹായ സഹകരണങ്ങൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ ഇതാണ് ഓൻ്റെ കണ്ടീഷൻ നോക്കി പറയട്ടെ. ആള് മാത്രമല്ല, ഒരാളെ ഭാര്യയും ഭിന്നശേഷിക്കാരിയായിട്ടുള്ള ഒരു സഹോദരിയാണ്. അതാണ് ഒരു രണ്ടാളും അങ്ങനെ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ തീർത്തും ഒരിക്കലും ജീവിതത്തില് പ്രതീക്ഷിച്ച ആളുകൾക്കാണ് ഇവിടെ ഉള്ള എല്ലാവരും കൂടി പ്രതീക്ഷ ആയിട്ടുള്ളത്. പ്രത്യേകിച്ച് ഒന്നാണ് നമ്മള് അവരെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളെ കുഞ്ഞാപ്പ, അതേമാതിരി തന്നെ ഗഫൂർ സാഹിബ്, പിന്നെ അങ്ങനെയുള്ള നമ്മളെ കുറേ സഹോദരന്മാർ, സാധാരണക്കാരായിട്ടുള്ള നിത്യവൃത്തിക്ക് വേണ്ടിയിട്ട് എന്നും അധ്വാനിക്കുന്ന കുറേ സഹോദരന്മാരുടെ വലിയൊരു മനസ്സിന്റെ ഒരു ഇതാണ്. ഒരുപാട് ആൾക്കാർക്ക് അവർ തറട്ടിട്ടും ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് വെട്ടിച്ചിറ മാത്രമല്ല പല പ്രദേശങ്ങളിൽ പോയിട്ട് അതെ. അപ്പോൾ അങ്ങനെ ചെയ്യണേ. പിന്നെ നമ്മളെ തങ്ങള് എൻ്റെ ചെറുപ്പം മുതലുള്ള സഹപാഠിയാണ്, സുഹൃത്താണ്. മൂപ്പരും തന്നെ
അൽഹംദുലില്ലാ അള്ളാന്റെ അനുഗ്രഹം കൊണ്ട് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല പടച്ചോന്റെ ഒരു അനുഗ്രഹം അത് തീർച്ചയായിട്ടും നാട്ടിലും അതുപോലെ തന്നെ സമൂഹത്തിനും ഉപകാരപ്രദമായിട്ടുള്ള രൂപത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണ ഒരു വലിയൊരു മനസ്സാണ്. സമ്പത്ത് ഉണ്ടാവുക എന്നുള്ളത് ഇന്ന് എല്ലാവരുടെ കയ്യിലുണ്ട്. പക്ഷെ അത് വിശാലതയോട് കൂടിയിട്ട് എല്ലാവരിലേക്കും എത്തിക്കാൻ കഴിയുക എന്നുള്ളത് പടച്ചോന്റെ ഒരു അനുഗ്രഹമുള്ളവർക്കേ കഴിയുള്ളൂ. അങ്ങനെയുള്ള കുറെ ആളുകളാണ് നമ്മളെ KC അസീസ് സാഹിബ്, നമ്മളെ കാടാമ്പുഴ പിലാത്തറയിൽ അവിടെ ആണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി. നമ്മളെ വയനാട് ചുരൽമലക്കാരെ ഒരു വിഷയത്തില് തങ്ങളൊരു സംഖ്യയുണ്ട്. അതെ അതെ നടത്താൻ കഴിയില്ല. ഞങ്ങളത് ആദ്യം തന്നെ വന്നുകൊണ്ട് മനുഷ്യരെ പെട്ടെന്ന് തുടങ്ങി കൂടി നൽകാണ്. അല്ല അത് ഇതന്നെയാണ് മനസ്സിൽ നമുക്ക് കൊടുക്കാൻ തോന്നുക എന്ന് പറഞ്ഞതാണല്ലോ. സമ്പത്ത് ഉണ്ടാവുക എന്നുള്ളതിന്റെ അപ്പുറം അത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മനസ്സ് പഠിച്ചോൻ തരിക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. അപ്പൊ നമ്മളെ ചുറ്റുവട്ടത്തുള്ള ഒരുപാട് ആളുകൾക്ക് അങ്ങനെ തന്നെയാണ് നമ്മളെ മനസ്സമാനുണ്ടായി പണി ഉണ്ടായിട്ടുണ്ട്. ഒന്നാണ് പോവാന്നൊന്നും പറയാൻ പറ്റില്ല. നാളെ അതാ പിന്നെ അദ്ദേഹം വീട് വെച്ചു. ഞങ്ങളൊക്കെ സഹപാഠി തന്നെയായിരുന്നു. ഞങ്ങളൊക്കെ സഹപാഠി തന്നെയായിരുന്നു. നമ്മളെ സിൽവാന്റെ ഷുഹൈബ് സാഹിബ് പാവം നല്ലൊരു മനസ്സിനോട് ഒരുപാട് ആളുകൾക്ക് ഒരുപാട് പിന്നെ എല്ലാവർക്കും നല്ലത് മാത്രമേ പറയാനുള്ളൂ. അപ്പൊ അത് നമ്മൾ മരണാനന്തരം നമ്മളെ കുറിച്ചിട്ട് പ്രാർത്ഥനയോടുകൂടി ഓർക്കുക എന്ന് പറഞ്ഞത് അത് നമ്മുടെ പ്രവൃത്തിന്റെ ഒരു അനന്തരഫലമാണ്. അത്രയും അനന്തരം ആണ് നമ്മൾ ബാക്കി വെച്ചിട്ട് പോകേണ്ടത്. അപ്പൊ അത് പടച്ചവനെ അനുഗ്രഹിച്ചവർക്ക് അങ്ങനെ തോന്നുള്ളൂ. ഗഫൂർ നമ്മളെ KC അസീസ് സാഹിബിന്റെ കാര്യമാണെങ്കിലും അങ്ങനെയാണ്. ഒരുപാട് സ്വകാര്യമായിട്ട് കുറെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ്. അതേമാതിരി തന്നെ ഇവിടെ ഗിരീഷേട്ടന്റെ കാര്യം പറഞ്ഞു. ഇങ്ങനെയുള്ള എല്ലാവരും ഒരുപാട് വലിയ മനസ്സിന്റെ ഗഫൂർ സാഹിബിനെ പോലൊക്കെ ആൾക്കാർ മൂപ്പരവിടെ വിട്ടു നിൽക്കുകയാണ്. മൂപ്പര് ഈ ഒന്നാണ് ഇയാൾ മരിച്ചതായി നേരത്തെ എന്താ പറയാ ആ പെരന്റെ മുകളിൽ നിന്ന് അങ്ങനെ വീണിട്ട് അത് എങ്ങനെ മുകളിൽ ഇനി ഒരു രക്ഷയില്ലാന്ന് ഡോക്ടർമാർ വിധി ചെയ്ത ഒരു മനുഷ്യനാണിത്. പക്ഷേ അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ പടച്ചമ്പരാൻ ഇഷ്ടമാണ്. അദ്ദേഹത്തിന്റെ ആരോഗ്യം കൊടുക്കേണ്ട കടമ പടച്ചമ്പരാനുണ്ട്. തന്നെ അദ്ദേഹത്തിന് ആരോഗ്യത്തോടെ ഡോക്ടർമാർ വിധി ചെയ്തേ നമ്മൾ പോയി കണ്ടപ്പോ എന്താ അവസ്ഥ, നമ്മൾ കണ്ടപ്പോ ഗഫൂർഖാന്റെ അവസ്ഥ എന്താ ഇല്ലേ? പക്ഷെ അള്ള കാത്തില്ലേ. ഇതാണ് ആർക്കെങ്കിലും വേണ്ടി നമ്മൾ സഹായിക്കുമ്പോ നമുക്ക് സഹായിട്ട് പടച്ചമ്പരാൻ ഉണ്ടാവും എന്നുള്ളത് ഇല്ലേ? തീർച്ചയായിട്ടും ഇത് നമ്മള് ചെറുപ്പകാലം മുതലുള്ള ഞങ്ങളൊക്കെ അന്നും ഇന്നും ഒരേമാതിരി വേറെ കൂട്ടിമ്പാണ്ട് പാവപ്പെട്ടവനും പണക്കാരനും ഒരേ സാഹചര്യം മരണപ്പെട്ടാല് മാന്യമായിട്ട് കൊണ്ടുപോയിട്ട് ആ കുഞ്ഞിക്ക് മാന്യമായിട്ട് ഇറക്കി വെക്കുന്ന ആളാണ്. അതിൽ പണക്കാരും പാവപ്പെട്ടവരും ഒരേ പരിഗണന അല്ലേ? അവിടെ വ്യത്യാസം അതിന് പരിഗണന കൊടുത്തൊന്നും കാര്യമില്ല. എത്ര വീടായി? 57 തർപ്പണി കഴിഞ്ഞ് നിങ്ങൾ കണ്ടങ്ങള് അന്നാന്ന് കൂലിപ്പണിക്ക് പോകുന്ന ആളുകളാണ് ഇവര്. അന്നാന്ന് പോയിട്ടില്ലെങ്കിൽ ഓരോ ദിവസവും ഓരോ വീട്ടിൽ പട്ടിണിയാണ്. പക്ഷേ ഞങ്ങൾക്ക് തന്ന ആരോഗ്യം കൊണ്ട് മറ്റുള്ളവർക്കും വളരെ ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യാന്നുള്ള നല്ല ഉദ്ദേശത്തോടെ അവരെ ഒറ്റക്കെട്ടായിട്ട് എത്ര ആളുടെ നമ്മളിതിൽ 35 ആളുണ്ട് ഇപ്പൊ അല്ലേ? അതിലും കോട്ടേഴ്സിലുള്ളവരുണ്ട്. അപ്പൊ അവരൊക്കെ ഓരോരുത്തരായിട്ട് ഓരോ പിന്നെ അവസരത്തിനനുസരിച്ച് ഉയർത്തിക്കൊണ്ടുവരണം എന്നുള്ളതും പിന്നെ ഏറ്റവും വലിയൊരു ഇത് നമുക്ക് നല്ല ആരോഗ്യത്തോടു കൂടി നിൽക്കുക. ഇത്രയും സൽപ്രവർത്തനം തരുമ്പോ നമുക്ക് പടച്ചോന്റെ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടാവും. നമ്മളെ എല്ലാവരും ഇവിടെ കൂടിയ ഈ വല്ല ഗഫൂർക്ക അതേമാതിരി ഒരുപാട് അസിസ്ക ഒരുപാട് ആൾക്കാർക്ക് ഗിരീഷേട്ടൻ മാനു അമിതാക്ക അമ്മ തങ്ങള് ഏതായാലും ഇങ്ങനത്തെ ഒരു ഇത് ഞമ്മടെ വന്നു കണ്ടു. ഫസ്റ്റിൽ ഞങ്ങൾ നമ്മുടെ ഇദ്ദേഹത്തിന് കണ്ട് ഈ ഇദ്ദേഹത്തിന് ഒരു വീടുണ്ടായി കാണുക എന്നാണ് വല്ലാത്തൊരു സ്വപ്നമാണ്. ആ സ്വപ്നം നമുക്ക് സാക്ഷാത്കരിക്കണം. അതുമാതിരി ഇവിടെ കൂടിയ നമ്മളെ അമിതാക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് നല്ല ജീവകാരുണ്യ പ്രവർത്തനത്തിൽ ഇന്ന് ചെയ്യുന്ന പാവപ്പെട്ട ചേർത്ത് പിടിക്കുന്ന ഒരു നല്ല ഒരു ഉടമയാണ്. അതുമാതിരി തങ്ങൾ ഇങ്ങനെയുള്ള എല്ലാവരും ഒത്തൊരുമിച്ച് നിന്നുണ്ട് അവനാനെ കൊണ്ട് ചെയ്യാവുന്ന എല്ലാ സഹകരണവും നമ്മളൊക്കെ ചെയ്യുന്നത് ചെയ്യാം. അത് നമ്മൾ ഇങ്ങനത്തെ ഒരു അവസ്ഥയാണിത്. ഈ അവസ്ഥ കണ്ട് നിങ്ങളെല്ലാവരും സഹായിച്ചൊരു വീടുണ്ടായി ആ സ്വപ്നം നിങ്ങളെല്ലാവരും സാക്ഷാത്കരിക്കണം. അതിനുവേണ്ടി എല്ലാവരും റബ്ബ് നിങ്ങൾക്കുള്ള തൗഫീക്ക് നൽകട്ടെ. ആമീൻ. അപ്പൊ നമ്മൾ ഗിരീഷേട്ടനെ പ്രത്യേകം നന്ദി അറിയിക്കാണ്. കാരണം ഗിരീഷേട്ടന് ഒരു നിലക്കും ഇങ്ങനെയുള്ള കുടുംബങ്ങളെ കൈവിടാതെ ജീവിക്കാണ്. ആ കഷ്ടങ്ങൾ അക്കൗണ്ടിന്റെ കൊടുത്താൽ വണ്ടിയാണ് എല്ലാരും കൂടിയാലേ നടക്കുള്ളൂ.